Friends, welcome to Commerce Bites. I hope you people are doing well. So, moving to our motivational quote, nothing is impossible. The word itself says that I am possible. ആ ഒരു വേർഡ് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട് ഇമ്പോസിബിൾ എന്നുള്ളതല്ല, ഐ ആം പോസിബിൾ എന്നുള്ളതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അണ്ടർസ്റ്റുഡ്? അതുപോലെ തന്നെ നിങ്ങളുടെ കേരള സെറ്റ് എക്സാം പോസിബിൾ ആക്കിയെടുക്കണം. അല്ലാതെ അതൊരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. ഇറ്റ് വിൽ ബി പോസിബിൾ, ഐ ക്യാൻ മേക്ക് ഇറ്റ് പോസിബിൾ എന്നുള്ളൊരു ചിന്താഗതി മാത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, so my dear friends, we have already completed 4 videos upon research aptitude. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, because it will be helpful. സോ നൗ ഓൾമോസ്റ്റ് ഒരു 4 വീഡിയോസ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോ, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ മാത്രം കവർ ചെയ്തു പോകുന്ന ഒരു വീഡിയോ സീരീസാണ് ഞാനിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺ ഹൈപ്പോത്തസിസ് ആൻഡ് ദ ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, ബിക്കോസ് ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. Guys, please note that hypothesis is important. Maybe the question may be asked. So please watch this video clearly without any skip. That's all. Okay, so let's begin with hypothesis. നമുക്ക് ആദ്യം ഹൈപ്പോത്തസിസ് എന്താണ് എന്ന് നോക്കാം. ഹൈപ്പോത്തസിസ് ഇസ് എ ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വിൽ ബി ചെക്ക്ഡ് ത്രൂ ഡേറ്റ അനാലിസിസ്. ഡേറ്റ അനാലിസിസ് വഴി നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹൈപ്പോത്തസിസ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ഇതിൽ നിങ്ങൾക്ക് 2 പോയിൻ്റ് കിട്ടി. ഒന്ന്, ഹൈപ്പോത്തസിസ് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതായത് ഒരു തൽക്കാലത്തേക്കുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഡേറ്റ അനാലിസിസ് വഴിയാണ് ഹൈപ്പോത്തസിസ് ചെക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി, റൈറ്റ്? ഹൈപ്പോത്തസിസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വിച്ച് predicts a particular relationship between 2 or more variables. അതായത് 2 വേരിയബിൾസ്. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ വേരിയബിൾസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, വിച്ച് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു പീപ്പിൾ. ഈ ഒരു റിലേഷൻ 2 or more വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻ പ്രിഡിക്റ്റ് ചെയ്യാനും ഈ ഹൈപ്പോത്തസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ പോയിൻ്റ് പറയുന്നത്. If a researcher thinks that the relationship exists, he should first state it as a hypothesis and then test the hypothesis in the field. അതായത് റിസർച്ചർക്ക് എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ്, ഈ 2 വേരിയബിൾസ് തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ റിസർച്ചർ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിനെ ഒരു ഹൈപ്പോത്തസിസ് സ്റ്റേറ്റിലേക്ക് ആക്കണം. ഓക്കെ, ആ ഒരു റൂള് അത് ഞാൻ പറഞ്ഞു തരാം മുന്നോട്ട് വരുമ്പോൾ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ആ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഹൈപ്പോത്തസിസ് ഒരു ടെൻറ്റേറ്റീവ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു തൽക്കാലത്തേക്ക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡേറ്റ അനാലിസിസ് വഴിയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 2 വേരിയബിൾസ്, 2 or more വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തസിസ് എന്ന ഈ ഒരു പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ റിസർച്ചർ ആദ്യം അതൊരു ഹൈപ്പോത്തസിസ് ഫോമിലേക്ക് ആക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? സിമ്പിളാണ്. ജസ്റ്റ് ഇത്രയും ഒന്ന് ഓർത്തിരുന്നാൽ മതി. അതൊരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഡേറ്റ അനാലിസിസ് വഴിയാണ് അത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യുന്നത് എന്നൊന്നും കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അണ്ടർസ്റ്റുഡ്? ഇതിൽ നിന്ന് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ആക്കാതെ ഡേറ്റ കളക്ട് ചെയ്യാനും പറ്റും. അണ്ടർസ്റ്റുഡ്? സോ ഇത്രയാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് ഒരു ഫങ്ഷൻസ് ഞാൻ പറഞ്ഞു തരാം. അതായത് ഇറ്റ് ബ്രിങ്സ് ദ ക്ലാരിറ്റി, പെർസെപ്ഷൻ ആൻഡ് ഫോക്കസ് ഇൻ ദ റിസർച്ച് പ്രോസസ്സ്. നമ്മളുടെ റിസർച്ച് പ്രോസസ്സിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി വരും. അതോടൊപ്പം തന്നെ പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ്, ആ ഒരു രീതിയിലേക്കാവും കുറച്ചും കൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഫെസിലിറ്റേറ്റ് ഫോർമേഷൻ ഓഫ് എ തിയറി. ഒരു തിയറി നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുക്കാൻ അത് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. ഈ ഹൈപ്പോത്തസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇറ്റ് എൻഹാൻസസ് ഒബ്ജക്റ്റിവിറ്റി ഞാൻ നിങ്ങളോട് നേരത്തെ കൂട്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ചിൽ പഠിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ഒബ്ജക്റ്റിവിറ്റി ഇൻ ദ സെൻസ് ഫ്രീ ഫ്രം ഓൾ എറേഴ്സ്. ഓക്കെ, അതാണ് ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റിവിറ്റീനെ എൻഹാൻസ് ചെയ്യിക്കും. ഓക്കെ,
And the last point is it provides a temporary theory or generalization which after verification becomes a well accepted theory. ഈ ഒരു ഹൈപ്പോത്തസിസിലൂടെ നമുക്കൊരു ജസ്റ്റ് ഒരു ടെമ്പററി ആയിട്ടൊരു തിയറി കിട്ടും. നമ്മൾ പറഞ്ഞ എന്താ, ഹൈപ്പോത്തസിസ് ഒരു ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു ടെമ്പററി ആയിട്ടൊരു തിയറി നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു ജനറലൈസേഷൻ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്കതിനെ ഒരു വെൽ ആക്സെപ്റ്റഡ് തിയറി ആയിട്ട് മാറ്റുകയും ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഇപ്പോൾ ഹൈപ്പോത്തസിസ് പറഞ്ഞു, അതോടൊപ്പം തന്നെ അതിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം അത്ര ഞാൻ മനസ്സിലാക്കി തന്നെയാണ് പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ റിസർച്ച് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇപ്പോൾ MCOM സ്റ്റുഡൻസിന് നല്ല പരിചയം ഉണ്ടാവും ഹൈപ്പോത്തസിസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ടൈപ്സ് എന്താണെന്ന്. ഇനി ഈ ഹൈപ്പോത്തസിസിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന 2 ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആ ഒരു 2 ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് പഠിച്ചാൽ മതി. അത് ഇറ്റ് വിൽ ബി ഓക്കെ ഫോർ യു പീപ്പിൾ. ഓക്കെ, സോ ഫസ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ലുക്ക് എസ് നൾ ഹൈപ്പോത്തസിസ്. നൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? 0. അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ H0 അല്ലെങ്കിൽ H0. H0 എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ 2⁴ എന്ന് പറയില്ലേ, അത് മുകളിലല്ലേ എഴുതുന്നത്. ഈ H0 എന്ന് എഴുതുമ്പോൾ H ക്യാപിറ്റൽ ലെറ്ററിലും O സ്മോൾ ലെറ്റർ, O അല്ല 0 സ്മോൾ ലെറ്ററിലാണ് എഴുതുന്നത്. അത് കുറച്ച് താത്തിയാണ് എഴുതുന്നത്. നമ്മൾ എങ്ങനെയാണോ മുകളിലേക്ക് ക്യൂബ്സ് അല്ലെങ്കിൽ സ്ക്വയർസിൻ്റെ എഴുതുന്നത്, അതുപോലെ തന്നെ താഴ്ത്തിക്കാണ് ഈ H0 എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ അതിനെ പറയുന്നത് H0 എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൾ ഹൈപ്പോത്തസിസ്. ഈ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ബേസാണ്, നമ്മുടെ സ്റ്റഡിയുടെ ഒരു ബേസ്. ദിസ് സിഗ്നിഫൈസസ് ദാറ്റ് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫിനോമിന ഓർ സിറ്റുവേഷൻ. ഓക്കെ, അതായത് ഈ എപ്പോഴും H0 എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കോട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ H0 ഈസ് ടു എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത് ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റ് ഓഫ് ഡ്രഗ്സ് A ആൻഡ് B. മനസ്സിലായോ? ഇനി വി ക്യാൻ ചെക്ക് ഔട്ട് ദ നെക്സ്റ്റ് വൺ. അതായത് H0 ഈസ് ഈക്വൽ ടു ദാറ്റ് സ്കിൻ പ്രോബ്ലംസ് ആർ നോട്ട് കോസ്ഡ് ബൈ ദ കെമിക്കൽസ് ഇൻ ദ മേക്കപ്പ് പ്രോഡക്ട്സ്. ഓക്കെ, H0. ഇനി വേറെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. ഗേൾസ് ആൻഡ് ബോയ്സ് പെർഫോം ഈക്വലി വെൽ ഇൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ്. സോ നിങ്ങൾക്ക് ആ ഒരു സിമിലാരിറ്റി മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും ഒരു നോട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, നോ ഡിഫറൻസ്, നോട്ട്, ആ ഒരു ടൈപ്പിലായിരിക്കും വരുന്നത്. ഈവൻ ദോ മേ ബി ദ കേസസ് മേ ബി. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ കണ്ട ഒരു കേസില്ലേ, ഗേൾസ് ആൻഡ് ബോയ്സ് പെർഫോം ഈക്വലി വെൽ ഇൻ മാത്തമാറ്റിക്സ് എക്സാം. ഈക്വലി എന്ന് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ വരുമ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യാം, റൈറ്റ്? ഇപ്പോൾ നൾ ഹൈപ്പോത്തസിസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സ്റ്റഡിയുടെ തന്നെ ഒരു ബേസാണ് ഈ നൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ദർ ഇസ് നോ ഡിഫറൻസ്, അതിനാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ 3 എക്സാമ്പിൾ കോട്ട് ചെയ്തു. ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റ് ഓഫ് ഡ്രഗ് A ആൻഡ് B. പിന്നെ പറഞ്ഞു സ്കിൻ പ്രോബ്ലംസ് ആർ നോട്ട് കോസ്റ്റ്. കണ്ട, അവിടെ നോട്ട് കോസ്റ്റ് എന്നാണ് വന്നിരിക്കുന്നത്. നോട്ട് കോസ്റ്റ് ബൈ കെമിക്കൽസ് ഇൻ മേക്കപ്പ് പ്രോഡക്ട്സ്. പിന്നെ വേറെ ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടത് H0 ഈസ് ടു ഗേൾസ് ആൻഡ് ബോയ്സ് പെർഫോം ഈക്വലി വെൽ ഇൻ മാത്തമാറ്റിക്സ് ടെസ്റ്റ്. സോ ഇത്രയാണ് നമ്മൾ നോക്കിയത്. ഇനി ഇതിൻ്റെ തന്നെ അപ്സൈഡ് ഡൗൺ ആയിരിക്കും നമ്മളുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്, സോ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് വിൽ ബി കൺസിഡേർഡ് ടു ബി ട്രൂ ഇഫ് ദ നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. അതായത് അത് ഞാനൊരു ബോക്സിലാക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇപ്പോൾ ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ വിട്ടേക്കൂ. ആകെ നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. അതായത് നൾ ഹൈപ്പോത്തസിസ് എന്താണോ പറഞ്ഞത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോർട്ട് എടുക്കൂ, ഒരു ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ വോട്ട് എവർ കോർട്ട്. 2 ഭാഗത്തുള്ള ലോയേഴ്സ് ഉണ്ടാവും. ഒരാൾ യെസ് പറയുമ്പോൾ മറ്റേ ആൾ പറയും അങ്ങനെയല്ല, നോ. ആ ഒരു നോ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും ഓപ്പോസ് ചെയ്യുന്ന ലോയർ തന്നെ. മനസ്സിലായോ? അപ്പോൾ അവിടെ ഒരു ഡിഫീറ്റല്ലേ ഉണ്ടാവുന്നത്, അവിടെ ഒരു വാറാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് നൾ ഹൈപ്പോത്തസിസും ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും. നൾ ഹൈപ്പോത്തസിസ് നോ പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് പറയും യെസ്. മനസ്സിലായോ? സിമ്പിളാണ്. നിങ്ങൾക്ക് ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ,
പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ നൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ H0 അതായത് H0 എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസിൽ എന്തായിരിക്കും H1 എന്നുള്ളതായിരിക്കും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അതിൻ്റെ 3 എക്സാമ്പിൾസും നമുക്ക് കോട്ട് ചെയ്യാം. അതായത് H1 എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡ്രഗ് A ആൻഡ് B. മനസ്സിലായോ? നമ്മൾ H0 എന്താണ് പറഞ്ഞിരുന്നത്? ദർ ഈസ് നോ ഡിഫറൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ H1 എന്താ പറയണേ? നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ പറയണേ. അപ്പം നേരെ ഓപ്പോസിറ്റ് എന്താ പറഞ്ഞേ? ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എഫക്റ്റീവ്നെസ് ഓഫ് ഡ്രഗ് A ആൻഡ് B. ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി അതായത് എക്സാമ്പിൾ ബി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, സ്കിൻ പ്രോബ്ലംസ് ആർ നോട്ട് കോസ്ഡ് ബൈ കെമിക്കൽസ് ഇൻ മേക്കപ്പ് പ്രോഡക്ട്സ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, H0 പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കാം. സ്കിൻ പ്രോബ്ലംസ് ആർ കോസ്ഡ് ബൈ കെമിക്കൽ ഇൻ മേക്കപ്പ് പ്രോഡക്ട്സ്. ഇവിടെ കോസ് ചെയ്യും എന്നാണ് പറഞ്ഞത്. H0 പറഞ്ഞത് കോസ് ചെയ്യില്ല എന്ന്, സ്കിൻ പ്രോബ്ലംസിന് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന്. അണ്ടർസ്റ്റുഡ്? ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു ഗേൾസ് ആൻഡ് ബോയ്സിൻ്റെ. അവിടെ ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറഞ്ഞത്, ഗേൾസ് ആൻഡ് ബോയ്സ് പെർഫോം ഈക്വലി വെൽ ഇൻ ദ മാത്തമാറ്റിക്സ് ടെസ്റ്റ് എന്ന്. റൈറ്റ്? അപ്പോൾ ഇവിടെ എന്തായിരിക്കും പറയുന്നത്? ഗേൾസ് ആൻഡ് ബോയ്സ് ഡു നോട്ട് പെർഫോം ഈക്വലി വെൽ ഇൻ ദ മാത്സ് ടെസ്റ്റ്. മനസ്സിലായോ? അപ്പോൾ നൾ ഹൈപ്പോത്തസിസ് ഇപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് പറയുകയാണെങ്കിൽ H1 എന്ത് പറയും? പോസിറ്റീവായിട്ട് പറയും. അതുപോലെ ഇപ്പോൾ നൾ ഹൈപ്പോത്തസിസ് പോസിറ്റീവായിട്ടാണ് പറയണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ത് പറയും? നെഗറ്റീവ് പറയും. ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു കാര്യം മാത്രം നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. പിന്നെ ഞാൻ നിങ്ങളോട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇസ് കൺസിഡേർഡ് ടു ബി ട്രൂ ഇഫ് നൾ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. H0 H1 തമ്മിലൊരു റിലേഷൻ എന്ന് പറയുമ്പോൾ H0 റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ H1 ആക്സെപ്റ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ആ ഒരു ലിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. H0 റിജക്റ്റ് ചെയ്താൽ H1 അവിടെ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം H0 റിജക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് H0 ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ H1 റിജക്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒന്നേ എടുക്കുകയുള്ളൂ. അതുമാത്രം നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. ഓക്കെ, സംഭവം ഭയങ്കര സിമ്പിളാണ്. H0 റിജക്റ്റ് ചെയ്ത H1 ആക്സെപ്റ്റ് ചെയ്യും, H0 ആക്സെപ്റ്റ് ചെയ്ത H1 റിജക്റ്റ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു അവർ മെയിൻ ടോപ്പിക് ഓഫ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ദ ഫൈനൽ ടോപ്പിക് ഇസ് സാമ്പിളിംഗ്. റൈറ്റ്? സാമ്പിളിംഗ് എന്ന് പറയുന്നതിനും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ബെസ്റ്റ് എക്സാമ്പിൾ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കോട്ട് ചെയ്ത് തരാം. അതായത് നമ്മളിപ്പോൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെക്കും. ഓക്കെ, കുക്കറിലോ ഇല്ലെങ്കിൽ പാനിലോ നമ്മൾ വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ വെക്കും. കുക്ക് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ എല്ലാം എടുത്ത് കടിച്ച് നോക്കില്ലല്ലോ ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല, അതിൽ ഒരു 2-3 പയറുമണിയോ ഇല്ലെങ്കിൽ 2-3 കായയോ എടുത്തായിരിക്കും നമ്മളൊന്ന് ഞെക്കി നോക്കുന്നതോ അല്ലെങ്കിൽ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് വെന്തിട്ടുണ്ടോ അല്ലെങ്കിൽ വെന്തിട്ടില്ലേ എന്നുള്ളത്. മനസ്സിലായോ? ആ ഒരു പ്രോസസ്സ്, അതായത് ഒരു കൂട്ടം വെജിറ്റബിൾസ് ഉണ്ട് ആ ഒരു പാനിൽ അല്ലെങ്കിൽ കുക്കറിൽ, അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം എടുത്താണ് ടെസ്റ്റ് ചെയ്യണത്. ആ ടെസ്റ്റ് ചെയ്യണേനെയാണ് ആ ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ആ ഒരു സംഭവമല്ലേ, അതായത് സാമ്പിൾ. ആ ഒരു സാമ്പിളിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എങ്ങനെ മനസ്സിലാക്കി തന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് ഉറപ്പാണ് ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് സാമ്പിളിംഗ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. റൈറ്റ്? ഒരു വലിയ ഒരു പോപ്പുലേഷൻ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹോൾ പോപ്പുലേഷനിൽ നിന്ന് നമ്മളൊരു സാമ്പിൾ എടുത്ത് ടെസ്റ്റ് ചെയ്യും. ആ ഒരു സാമ്പിളായിരിക്കും ആ ഒരു ഹോൾ പോപ്പുലേഷൻ്റെ റെപ്രസെൻറ്റേഷൻ. മനസ്സിലായോ? അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ്, അതുപോലെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സാമ്പിളിങ്സ് മെയിനായിട്ട് 2 ടൈപ്സ് ആണ് ഉള്ളത്. ഒന്ന് പ്രൊബബിലിറ്റി സാമ്പിളിംഗ്, 2 നോൺ പ്രൊബബിലിറ്റി സാമ്പിളിംഗ്. ഈ പ്രൊബബിലിറ്റി സാമ്പിളിങ്ങിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് ഈ പ്രൊബബിലിറ്റി സാമ്പിളിങ്സിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്, അതുപോലെ തന്നെ നോൺ പ്രൊബബിലിറ്റി സാമ്പിളിങ്സിൽ വരുന്ന കുറച്ച് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ്. Maybe the question may be asked, which among the following is probability sampling? Pick out the odd one out.
വിച്ച് ഇസ് നോട്ട് എ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. അങ്ങനെ പല ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ കീഴിൽ വരുന്ന എത്ര സാമ്പിളിംഗ് ഉണ്ട് അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കി വെക്കണം, നമ്മളത് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണ്, അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്തൊക്കെയാണ് എന്നും നമ്മൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് മൈ പോയിൻറ്റ്, റൈറ്റ്? സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഈച്ച് യൂണിറ്റ് ഓഫ് പോപ്പുലേഷൻ ഹാസ് ദ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. ഓക്കെ, അതായത് ഈച്ച് യൂണിറ്റ് ഓഫ് പോപ്പുലേഷനിലെ ഈച്ച് ആൻഡ് എവറി യൂണിറ്റിനും ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ ഉണ്ട്. അതാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ആ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൽ ഫസ്റ്റ് വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, റാൻഡമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക, അതായത് അവിടെ നിന്നൊക്കെ നമ്മൾ എടുക്കുക. അതിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വലിയ പോപ്പുലേഷൻ, ഇപ്പോൾ 50 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്, ആ 50 സ്റ്റുഡൻസിന്ന് 5 പേരെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഈക്വൽ ചാൻസ് ഓഫ് പ്രോബബിലിറ്റിയാണ് ഉള്ളത്. സോ ആ ഒരു പ്രോസസ്സിനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? ഇപ്പോൾ ഒരു ലോട്ടറി മെത്തേഡ്, അത് ഒന്ന് പിക്ക് ചെയ്തെടുക്കുന്നതിനെയാണ് ഈ ലോട്ടറി മെത്തേഡ് എന്ന് പറയുന്നത്. ആ സെയിം സംഭവം തന്നെയാണ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അതായത് ഇത് ടൈം കൺസ്യൂമിംഗ് ആണ്, അതുപോലെ കോസ്റ്റ്ലി ആണ്. അങ്ങനെ കുറച്ച് ഒരു ഡീമെറിറ്റ്സ് ഈ സിമ്പിൾ റാൻഡം സാമ്പിളിങ്സിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഹാവിങ് ദ ഡീമെറിറ്റ്സ് ആസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, with this note I am concluding this video. Let's see in the evening session, and we will be completing our research aptitude, balance of the probability sampling and the non probability sampling. So without missing your video, just take a look to that video also. That's all. Thank you.